പ്രിയമുള്ളവരെ, ബൈബിളിനെ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക്, ഒരു വർഷം മുഴുവൻ നീളുന്ന മനോഹരമായൊരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് ദിവസം 127. ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ 2 സാമുവേൽ അധ്യായം 9, 1 ദിനവൃത്താന്തം അധ്യായം 12, സങ്കീർത്തനങ്ങൾ 28. ദാവീദ് സാവൂളിൻ്റെ കുടുംബത്തോട് ദയ കാണിക്കുന്നതും അതുപോലെ തന്നെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ദാവീദിൻ്റെ കൂടെ നിന്ന് ഈ പോരാട്ടത്തിൽ പങ്കാളികളായ വ്യക്തികളുടെ പേര് വിവരങ്ങളും നാം വായിക്കുന്നു. ദാവീദിൻ്റെ ടീമിനെ കുറിച്ചുള്ള വിവരണമാണത്. സങ്കീർത്തനങ്ങളിൽ ദാവീദ് ദൈവം മാത്രമാണ് തൻ്റെ അഭയം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഞാൻ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 സാമുവേൽ അധ്യായം 9. മെഫിബോഷെത്തിന് ദാവീദിൻ്റെ കാരുണ്യം. ദാവീദ് ചോദിച്ചു, ജോനാഥനെ പ്രതി ഞാൻ കരുണ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൻ്റെതായി ആരെങ്കിലും ഇനിയും യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നുണ്ടോ? സാവൂളിൻ്റെ ഭവനത്തിൻ്റെതായി സീബ എന്നു പേരുള്ള ഒരു ദാസനുണ്ടായിരുന്നു. അവനെ അവർ ദാവീദിൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട് ചോദിച്ചു, നീയാണോ സീബ? അടിയൻ തന്നെ, അവൻ പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഞാൻ ദൈവിക കരുണ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൻ്റെതായി ഇനിയും ഒരുവൻ ഇല്ലാതിരിക്കുമോ? രാജാവിനോട് സീബ പറഞ്ഞു, കാലുകൾക്ക് മുടന്തുള്ള ഒരു മകൻ ജോനാഥാന് ഇനിയുമുണ്ട്. അവൻ എവിടെ? രാജാവ് അവനോട് ചോദിച്ചു. സീബ പറഞ്ഞു, അതാ അവൻ ലോദേബാറിൽ അമ്മീയേലിൻ്റെ മകൻ മാക്കീറിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാറിൽ അമ്മീയേലിൻ്റെ മകൻ മാക്കീറിൻ്റെ വീട്ടിൽ നിന്ന് അവനെ ഏറ്റെടുത്തു. സാവൂളിൻ്റെ മകനായ ജോനാഥാൻ്റെ മകൻ മെഫിബോഷേത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്ന് മുഖം മുട്ട വീണ് അവനെ വണങ്ങി. മെഫിബോഷേത്ത്, ദാവീദ് വിളിച്ചു. ഇതാ നിന്റെ ദാസൻ, അവൻ വിളി കേട്ടു. ദാവീദ് അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പിതാവായ ജോനാഥാനെ പ്രതി ഞാൻ നിന്നോട് കാരുണ്യം ചെയ്യുക തന്നെ ചെയ്യും. നിന്റെ പിതാമഹനായ സാവൂളിൻ്റെ വയലെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും. നീ എപ്പോഴും എൻ്റെ മേശയിൽ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അവൻ നമിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെപ്പോലുള്ള ഒരു ചത്ത പട്ടിക്ക് നേരെ നീ മുഖം തിരിക്കാൻ നിന്റെ ദാസൻ എന്താണ്? തുടർന്ന് സാവൂളിൻ്റെ ഭൃത്യൻ സീബായെ വിളിച്ച് രാജാവ് പറഞ്ഞു, സാവൂളിനും അവൻ്റെ കുടുംബം മുഴുവനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിന്റെ യജമാനൻ്റെ മകന് നൽകിയിരിക്കുന്നു. നീയും മക്കളും ദാസന്മാരും അവനു വേണ്ടി നിലം കൃഷി ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ അത് നിന്റെ യജമാനൻ്റെ മകന് ഭക്ഷണമാകും. അവൻ അത് ഭക്ഷിക്കും. എന്നാൽ നിന്റെ യജമാനൻ്റെ മകനായ മെഫിബോഷേത്ത് എപ്പോഴും എൻ്റെ മേശയിലായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. സീബായ്ക്ക് 15 പുത്രന്മാരും 20 ദാസന്മാരും ഉണ്ടായിരുന്നു. രാജാവിനോട് സീബ പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവ് തൻ്റെ ദാസനോട് കൽപ്പിക്കുന്നതെല്ലാം പോലെ നിന്റെ ദാസൻ ചെയ്യാം. അങ്ങനെ രാജാവിൻ്റെ പുത്രന്മാരിൽ ഒരുവനെപ്പോലെ മെഫിബോഷേത്ത് അവൻ്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു. മെഫിബോഷേത്തിന് ചെറിയ ഒരു മകനുണ്ടായിരുന്നു. അവൻ്റെ പേര് മീക്ക എന്നായിരുന്നു. സീബായുടെ വീട്ടിൽ താമസിച്ചിരുന്നവരെല്ലാം മെഫിബോഷേത്തിൻ്റെ ദാസരായി തീർന്നു. അങ്ങനെ എപ്പോഴും രാജാവിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചിരുന്നതുകൊണ്ട് മെഫിബോഷേത്ത് ജെറുസലേമിൽ പാർത്തു. അവൻ 2 കാലുകൾക്കും മുടന്തുള്ളവനായിരുന്നു. 1 ദിനവൃത്താന്തം അധ്യായം 12. ദാവീദിൻ്റെ അനുയായികൾ. കിഷിൻ്റെ പുത്രനായ സാവൂളിൻ്റെ മുമ്പിൽ നിന്ന് ദാവീദ് പുറത്താക്കപ്പെട്ടിരിക്കെ സിക്ലാഗിൽ അവൻ്റെ അടുത്തേക്ക് വന്നവർ ഇവരാണ്. അവർ ശക്തരായ യുദ്ധസഹായികളായിരുന്നു. ഇടത്തുനിന്നും വലത്തുനിന്നും കല്ലുകൾ കൊണ്ടും അമ്പുകൾ കൊണ്ടും വില്ലുകുലച്ചിരുന്ന വില്ലാളികളായ അവർ ബെഞ്ചമിനിൽ നിന്നുള്ള സാവൂളിൻ്റെ ചാർച്ചക്കാരായിരുന്നു. ഗിബിയാക്കാരനായ ഷേമായുടെ പുത്രന്മാരായിരുന്ന അഹിയേസർ എന്ന നേതാവും യോവാഷും അസ്മാവ്യത്തിൻ്റെ പുത്രന്മാരായ യെസിവേലും പേലത്തും അനാത്തോത്തുകാരനായ ബറാഖയും യേഹുവും
30 പേരിൽ ധീരനും 30 പേരുടെ മേലാളുമായിരുന്ന ഗിബെയോൻകാരൻ ഇഷ്മായും, ജെറമിയ, യഹസിയേൽ, യോഹനാൻ, ഗദറാക്കാരൻ യോസാബാദ്, എലുസായി, യെറിമോത്ത്, ബയാലിയ, ഷെമാറിയ, ഹറൂഫ്യനായ ഷെഫാത്തിയ, കോറാഹുകാരനായ എൽക്കാന, ഇഷിയ, അസറേൽ, യോവേസർ, യശോബയാം, ഗദോറിൽ നിന്നുള്ള ജെറോഹാമിൻ്റെ പുത്രന്മാരായ യോവേൽ, സെബാദിയ എന്നിവരും, ഗാദുകാരിൽ നിന്ന് കുന്തത്തിൽ വൈദഗ്ധ്യമാർന്നവരും ധീരരും യുദ്ധനിപുണരുമായ ചിലർ മരുഭൂമിയിലെ കോട്ടയിലെത്തി ദാവീദിന്റെ പക്ഷം ചേർന്നു. അവരുടെ മുഖങ്ങൾ സിംഹത്തിൻ്റെ മുഖങ്ങൾ തന്നെ, മലമുകളിൽ ദ്രുതഗതിയുള്ള മാനുകൾ പോലെ. ഒന്നാമൻ ഏസർ, രണ്ടാമൻ ഒബാദിയ, മൂന്നാമൻ ഏലിയാബ്, നാലാമൻ മിഷ്മാന, അഞ്ചാമൻ ജെറമിയ, ആറാമൻ അത്തായ്, ഏഴാമൻ എലിയേൽ, എട്ടാമൻ യോഹനാൻ, ഒമ്പതാമൻ എൽസബാദ്, പത്താമൻ ജെറമിയ, 11-ാമൻ മക്ബന്നായ്. ഗാദിരിൽ നിന്നുള്ള ഇവർ സേനാനായകന്മാരായിരുന്നു. ശതഗണത്തിന് ചെറിയവനൊരുവനും സഹസ്രഗണത്തിന് വലിയവനും. ഇവരാണ് ആദ്യമാസം ജോർദാൻ നദി അതിൻ്റെ തീരങ്ങൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ അത് കടന്നവർ. അവർ താഴ്വാര നിവാസികളെല്ലാവരെയും വടക്കോട്ടും തെക്കോട്ടും തുരത്തി. ബെഞ്ചമീന്യരിലും യഹൂദ്യരിലും നിന്ന് ചിലർ ദാവീദിന്റെ കോട്ടയിലേക്ക് വന്നു. അപ്പോൾ ദാവീദ് അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാൻ സമാധാനത്തിലാണ് എൻ്റെ പക്കൽ വന്നിരിക്കുന്നതെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. എൻ്റെ കയ്യിൽ തെറ്റില്ലാതിരിക്കെ എൻ്റെ ദുരിത നിമിഷങ്ങളിൽ എന്നെ ചതിക്കാനാണ് ഭാവമെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം അത് കാണുകയും വിധിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ 30 പേരുടെ തലവനായ അമസായയെ അരൂപി വലയം ചെയ്തു. നിനക്ക് ദാവീദേ, ജസ്സയുടെ പുത്ര, നിന്നോടൊപ്പം സമാധാനം, നിനക്ക് സമാധാനം, നിന്നെ സഹായിക്കുന്നവന് സമാധാനം, നിന്റെ ദൈവമാണല്ലോ നിന്നെ സഹായിക്കുന്നത്. ദാവീദ് അവരെ സ്വീകരിക്കുകയും പടത്തലവന്മാരായി അവരെ നിയമിക്കുകയും ചെയ്തു. സാവൂളിനെതിരെ ദാവീദ് ഫിലിസ്ത്യക്കാരോടൊത്ത് യുദ്ധത്തിന് പോയപ്പോൾ മനാസയിൽ നിന്ന് ചിലർ അവൻ്റെ പക്ഷത്തേക്ക് ചാഞ്ഞു. എന്നാൽ അവർക്ക് അക്കൂട്ടരെ സഹായിക്കാനായില്ല. കാരണം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ആലോചിച്ചിട്ട്, നമ്മുടെ അപകടങ്ങളിൽ അവൻ തൻ്റെ യജമാനനായ സാവൂളിൻ്റെ പക്ഷത്തേക്ക് ചായുമെന്ന് പറഞ്ഞ് അവനെ തിരിച്ചയച്ചു. അവൻ സിക്ലാഗിലേക്ക് പോയപ്പോൾ മനാസയിൽ നിന്ന് ചിലർ അവൻ്റെ പക്ഷത്തേക്ക് ചാഞ്ഞു. അദ്ന, യോസബാദ്, ഏദിയേൽ, മിഖായേൽ, യോസാബാദ്, എലിഹു, സില്ലേഥായ് എന്നിവർ മനാസയുടെ സഹസ്രാധിപന്മാരായിരുന്നു. അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു. കാരണം അവർ എല്ലാവരും യുദ്ധപരാക്രമികളും സൈന്യത്തിലെ മേധാവികളുമായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സൈന്യം പോലെ അത് വലിയൊരു സൈന്യമാകുന്നതുവരെ ദാവീദിനെ സഹായിക്കാൻ അവർ ദിനംപ്രതി അവൻ്റെ അടുത്ത് വന്നിരുന്നു. കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഹെബ്രോണിൽ സാവൂളിൻ്റെ ഭരണം ദാവീദിന് നൽകാൻ അവൻ്റെ അടുത്ത് വന്ന സൈന്യഗണങ്ങളുടെ തലവന്മാരുടെ എണ്ണം ഇതാണ്. യുദ്ധസജ്ജരായി പരിചയും കുന്തവും ധരിക്കുന്ന യഹൂദ്യർ 6800. ശിമെയോന്യരിൽ നിന്ന് സൈന്യത്തിന് യുദ്ധവീരന്മാർ 7100. ലേവ്യരിൽ നിന്ന് 4600. അഹ്റോനു വേണ്ടി നേതാവായിരുന്ന യഹോയാദായും അവൻ്റെ കൂടെയുണ്ടായിരുന്നവരും 3700. യുവാവായ യുദ്ധവീരൻ സാദോക്കും അവൻ്റെ പിതൃഭവന നായകന്മാരും 22. ബെഞ്ചമീന്യരിൽ നിന്ന് സാവൂളിൻ്റെ ചാർച്ചക്കാർ 3000. അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തിൻ്റെ വിശ്വസ്തരായ സംരക്ഷകരായിരുന്നു. എഫ്രായിമ്യരിൽ നിന്ന് യുദ്ധവീരന്മാരും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പേരുകേട്ടവരുമായവരും 20,800. മനാസയുടെ ഗോത്രപാതിയിൽ നിന്ന് ദാവീദിനെ രാജാവാക്കാൻ പോകുന്നതിന് പേര് നിർണയിക്കപ്പെട്ടവർ 18,000. ഇസാക്യരിൽ നിന്നും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യണമെന്നറിയുന്നതിന് ഉൾക്കാഴ്ചയുള്ള 200 നായകന്മാരും അവരുടെ ആജ്ഞാനുവർത്തികളായ മുഴുവൻ ചാർച്ചക്കാരും. എല്ലാ ആയുധങ്ങളോടും കൂടി ഏകമനസ്സായി പടയൊരുക്കത്തോടെ സെബുലൂനിൽ നിന്ന് യുദ്ധത്തിനിറങ്ങിയ സൈന്യം 50,000 പേർ. നഫ്താലിയിൽ നിന്ന് 1000 നേതാക്കന്മാരും അവരോടുകൂടെ പരിചയും കുന്തവുമായി 37,000 പേരും. ദാൻകാരിൽ നിന്ന് യുദ്ധസജ്ജരായ 28,600 പേർ. യുദ്ധത്തിന് സജ്ജരാകുന്നതിന് ആഷേറിൽ നിന്ന് പുറപ്പെട്ട സൈന്യം 40,000 പേർ. സൈന്യത്തിൻ്റെ സർവായുധങ്ങളുമോടെ യുദ്ധത്തിനായി ജോർദാന്റെ മറുകരയിൽ നിന്ന് റൂബൻകാരും ഗാദുകാരും മനാസയുടെ ഗോത്രപാതിയിൽ നിന്നുള്ളവരുമായി 1,20,000 പേർ. ദാവീദിനെ ഇസ്രായേൽ മുഴുവനും മേൽ രാജാവാക്കാൻ ഈ യോദ്ധാക്കളെല്ലാം പൂർണ്ണ മനസ്സോടെ അണിനിരന്ന് ഹെബ്രോണിലേക്ക് വന്നു. ശേഷിച്ച ഇസ്രായേൽക്കാരെല്ലാം ദാവീദിനെ രാജാവാക്കാൻ ഏകമനസ്കരുമായിരുന്നു. അവർ ദാവീദിൻ്റെ കൂടെ തിന്നും കുടിച്ചും 3 ദിവസം അവിടെയായിരുന്നു.
അവരുടെ സഹോദരന്മാർ അവർക്ക് വേണ്ടത് തയ്യാറാക്കിയിരുന്നു. അവരുടെ അടുത്തുള്ളവർ ഇസ്സാക്കറും സെബുലൂനും നഫ്താലിയും പോലും അവർക്ക് കഴുതകൾ, ഒട്ടകങ്ങൾ, കോവർ കഴുതകൾ, കാളകൾ എന്നിവയുടെ പുറത്ത് ഭക്ഷണം, മാവ്, അത്തിയടകൾ, മുന്തിരിയടകൾ, വീഞ്ഞ്, എണ്ണ, കാളകൾ, ആടുകൾ എന്നിവ ധാരാളമായി കൊണ്ടുവന്നു. കാരണം ഇസ്രായേൽ ആഹ്ലാദത്തിലായിരുന്നു. സങ്കീർത്തനങ്ങൾ 28. പ്രവൃത്തിക്കനുസൃതം പ്രതിഫലം. ദാവീദിൻ്റേത്. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയെ, എന്നോട് മൗനം പാലിക്കരുതേ. അല്ലെങ്കിൽ അങ്ങെന്നോട് മൂകത പുലർത്തുകയും ഞാൻ ആഴത്തിലേക്ക് താണിറങ്ങുന്നവരുമായി താതാത്മ്യപ്പെടുകയും ചെയ്യും. അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുമ്പോൾ, അങ്ങയുടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൈകൾ ഉയർത്തുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. ദുഷ്ടരോടുകൂടെയും ദുഷ്കർമ്മികളോടുകൂടെയും എന്നെ വലിച്ചിഴക്കരുതേ. അവർ തങ്ങളുടെ അയൽക്കാരോടൊപ്പം സമാധാനം സംസാരിക്കുന്നവരാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ തിന്മയാണ്. അവരുടെ പ്രവൃത്തിക്കനുസൃതം, അവരുടെ കർമ്മങ്ങളുടെ തിന്മയ്ക്കനുസൃതം അവർക്ക് നൽകണമേ. അവരുടെ കരവേലയ്ക്കനുസരിച്ച് അവർക്ക് നൽകണമേ. അവരുടെ പ്രതിഫലം അവർക്ക് നൽകണമേ. കർത്താവിൻ്റെ പ്രവൃത്തികളിലേക്കും കരവേലയിലേക്കും അവർക്ക് ഉൾക്കാഴ്ചയുണ്ടാകാത്തതിനാൽ അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും, പണിതുയർത്തുകയില്ല. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എന്തെന്നാൽ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ബലവും പരിചയമാണ്. എൻ്റെ ഹൃദയം അവിടുന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ തുണയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഹൃദയം ആഹ്ലാദിക്കുന്നു. എൻ്റെ ഗീതത്താൽ ഞാൻ അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. കർത്താവ് അവർക്ക് ബലമാണ്. അവിടുന്ന് തന്നെയാണ് തൻ്റെ അഭിഷിക്തൻ്റെ രക്ഷാസങ്കേതം. അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിത്യതയോളം അവരെ മേയിക്കുകയും സംവഹിക്കുകയും ചെയ്യണമേ. പ്രിയമുള്ളവരെ, 127 ദിവസത്തിലെ വചനവായന പൂർത്തിയാക്കുമ്പോൾ ദൈവത്തിൻ്റെ നന്മയ്ക്കും കരുണയ്ക്കും വിശ്വസ്തതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ചിന്തകളിലേക്ക് കടക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവമായിരുന്നു ദാവീദ് മനുഷ്യരോട് കാണിച്ച ദയാവായ്പും കരുണയും. ദൈവം തന്നോട്, തൻ്റെ ജീവിതത്തോട് കാണിച്ച മഹാകാരുണ്യത്തെ തൻ്റെ സഹജീവികളിലേക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിന് ലുബ്ധും മടിയും കാണിക്കാത്ത ഒരുവനായിരുന്നു ദാവീദ്. ഇത് ദാവീദിൻ്റെ ജീവിതത്തിലെ പല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ വായനയിൽ നമ്മൾ കണ്ടത് സാവൂളിൻ്റെ മകനായ ജോനാഥാൻ്റെ മകൻ മെഫിബോഷേത്ത് എന്ന മുടന്തനായ ഒരു മനുഷ്യൻ. അയാൾ മുടന്തനായത് ജീവരക്ഷാർത്ഥം അയാളെയും എടുത്തുകൊണ്ട് ഒരാൾ ഓടിപ്പോകുമ്പോൾ ആ ആഘാതത്തിലാണ് അയാൾക്ക് മുടന്തുണ്ടായത്. ജോനാഥാനുമായി താൻ പുലർത്തിയിരുന്ന ആജീവനാന്ത സൗഹൃദത്തിൻ്റെ ഭാഗമായി അവർ ഏർപ്പെട്ടിരുന്ന ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ജോനാഥാൻ അറിയാമായിരുന്നു ദാവീദ് രാജാവാകും. തൻ്റെ രാജസ്ഥാനം ത്യജിച്ചുകൊണ്ടാണ് ജോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചത്. ഒരിക്കൽ അവർ തമ്മിൽ വിടപറയും മുമ്പ് അവസാനമായി കണ്ടുമുട്ടുമ്പോഴാണ് ജോനാഥാൻ ദാവീദിനോട് പറയുന്നത്, നീ രാജാവാകുമ്പോൾ എൻ്റെ കുടുംബത്തെ മറക്കരുത്. മരണത്തിലേക്ക് നടന്നു പോകുന്നതിന് മുമ്പ് തൻ്റെ ആത്മസുഹൃത്തിന് നൽകിയ ഈ വാഗ്ദാനം താൻ രാജാവായി കഴിയുമ്പോൾ, രാജസ്ഥാനത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ ദാവീദ് മറന്നില്ല എന്നതാണ് ദാവീദിൻ്റെ ഹൃദയത്തിലെ ഒരു നന്മ. നേട്ടങ്ങളുടെയും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പരമപദങ്ങളിലേക്ക് നടന്നു കയറുമ്പോൾ പിന്നിട്ട വഴികളെയും ആ വഴികളിൽ ജീവിതത്തിൻ്റെ നല്ല പങ്ക് തന്ന് സഹായിച്ച് കൂടെ നിന്നവരെയും മറക്കുക എന്നതാണ് ഒരുപക്ഷെ സഹജമായ മനുഷ്യൻ്റെ സാഹചര്യം. എന്നാൽ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ വന്നപ്പോൾ ദാവീദ് തൻ്റെ ആത്മസുഹൃത്തിനെയും അവന് നൽകിയ വാഗ്ദാനത്തെയും മറന്നില്ല. സാവൂളിൻ്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിക്കുകയും ജോനാഥാൻ്റെ ഈ മുടന്തനായ മകനെക്കുറിച്ച് അറിയുകയും അവനെ കൂട്ടിക്കൊണ്ടുവന്ന് സാവൂളിൻ്റെ ഭൂപ്രദേശങ്ങൾ അവന് തിരികെ കൊടുത്ത് കൊട്ടാരത്തിൽ അവനെ തൻ്റെ മകനെപ്പോലെ പരിപാലിക്കുകയും ചെയ്യുന്ന, ഹൃദയത്തെ ആർദ്രമാക്കുന്ന, കണ്ണുകളെ ഈറനണിയിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തോട് ആത്മബന്ധം പുലർത്തുമ്പോഴും മനുഷ്യനോട് ദയ കാണിക്കാൻ മറന്നുപോകുന്ന തരത്തിലെ മുടന്തുള്ള ഒരാത്മീയത നമ്മുടെ പരിസരങ്ങളിൽ വളർന്നു വരുന്നുണ്ട്. മനുഷ്യരെ ദൈവത്തിൻ്റെ മക്കളായി കാണാൻ കഴിയാത്ത, മനുഷ്യരെ ദൈവമക്കളെന്ന അവരുടെ അന്തസ്സിൽ ബഹുമാനിക്കാനാവാത്ത, മനുഷ്യരുടെ ബാഹ്യമോടികളിലും പകിട്ടിലും മനുഷ്യർക്ക് വിലയിടുന്ന, സാധാരണക്കാരെ അകമഴിഞ്ഞ് ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയാത്ത വികലമായ മുടന്തുള്ള ഒരാത്മീയത. ഈ ആത്മീയതയ്ക്കുള്ള പ്രതിരോധമാണ് ദാവീദിൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ചുള്ള വായന.
നമ്മളിവിടെ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, ദാവീദ് ഇങ്ങനെ സൗളിൻ്റെ കൊച്ചുമകനോട് കാരുണ്യം കാണിക്കുമ്പോൾ അതിന് പിന്നിൽ ദാവീദിൻ്റെ മറ്റൊരു ദൈവികമായ ആശ്രയബോധത്തെ കൂടി നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഞാനതെന്താണെന്ന് വിശദീകരിക്കാം. സ്വന്തം സ്ഥാനത്തിനും രാജപദവിക്കും ഭീഷണിയാകുന്നവരെ വളർത്താതിരിക്കുക എന്നതായിരുന്നു രാജാക്കന്മാരുടെ പ്രായോഗിക വിവേകം. ഇവിടെ ദാവീദ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ആരുടെ സ്ഥാനത്താണോ താൻ രാജാവായത്, ആരുടെ കുടുംബമാണോ താൻ രാജാവാകുന്നതിലൂടെ തുടച്ചു മാറ്റപ്പെടുന്നത്, ആ കുടുംബത്തിലെ ഒരു അനന്തരാവകാശിയാണ്. അതായത് ഏത് സമയത്തും തനിക്കെതിരെ നിൽക്കാൻ സാധ്യതയുള്ള, തൻ്റെ രാജസ്ഥാനത്തിന് ഭീഷണിയാവാൻ സാധ്യതയുള്ള ഒരു കുടുംബത്തിലെ അവശേഷിക്കുന്ന അനന്തരാവകാശിയാണ് ദാവീദ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പരിപാലിക്കുന്നത്. ഏത് സമയത്തും ഇവൻ തനിക്കെതിരെ തിരിയാനിടയുണ്ട്. അവൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നവരെ ഒരുമിച്ച് കൂട്ടി കൊട്ടാരത്തിൽ സർവ്വസ്വാതന്ത്ര്യങ്ങളോടെ ജീവിക്കുന്നതിനിടയിൽ ദാവീദിനെ വകവരുത്താനുള്ള മാനുഷികമായ സാധ്യതയുണ്ട്. പ്രായോഗിക ബുദ്ധിയും വിവേകവുമുള്ള ഒരു രാജാവ് ഒരിക്കലും ചെയ്യാനിടയില്ലാത്ത ഒരു സമീപനമാണ് ദാവീദ് ചെയ്യുന്നത്. തൻ്റെ ഭാവിക്കും തൻ്റെ കുടുംബത്തിൻ്റെ രാജപദവിക്കും തടസ്സം നിൽക്കാൻ സാധ്യതയുള്ള, ഒരുപക്ഷെ ഭാവിയിൽ ഉപദ്രവമാകാൻ സാധ്യതയുള്ള ഒരാളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ദയ കാണിച്ച് സംരക്ഷിക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചതെന്താവും? അത് ദൈവം നൽകിയ വാഗ്ദാനങ്ങളിൽ അയാൾക്കുള്ള അചഞ്ചലമായ ഉറപ്പാണ്. 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു, നിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു സന്തതി അറ്റുപോവുകയില്ല എന്ന്, നിത്യമായി സിംഹാസനത്തിൽ ഒരാളുണ്ടാകുമെന്ന് 3 ദൈവം ആവർത്തിച്ച ആ ഉടമ്പടിയുടെ വാഗ്ദാനം ദൈവം പറഞ്ഞത് ദൈവം പാലിക്കുമെന്ന ഉറപ്പായിരുന്നു മനുഷ്യനോട് ദയ കാണിക്കാനും മനുഷ്യനെ ഭയപ്പെടാതിരിക്കാനും ദാവീദിനെ സഹായിച്ചത്. ശത്രുക്കളോട് ക്ഷമിക്കാനും ഉപദ്രവിക്കാൻ സാധ്യതയുള്ളവരെ അവരോട് വാത്സല്യവും ദയയും കാണിച്ച് സംരക്ഷിക്കാനുമൊക്കെ ദാവീദ് എടുക്കുന്ന ഈ മാനുഷികമായ ദയാവായ്പ് ഒരു മാനുഷിക സ്വഭാവത്തിൽ നിന്ന് രൂപപ്പെട്ടതല്ല, മറിച്ച് ഒരു കൃത്യമായ ദൈവ അവബോധത്തിൽ നിന്ന്, ദൈവാശ്രയത്വത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഭാരങ്ങളില്ലാതെയും ഭയങ്ങളില്ലാതെയും ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങളുടെ ദൈവ വിശ്വാസം. അനുഗ്രഹീതമായൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യരോട് കാണിക്കുന്ന ദയ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ മറുപുറമാണെന്ന് തിരിച്ചറിയാൻ ഈ വചനവായന നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തിലേക്ക് വളരുകയും മനുഷ്യരെ മറക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രലോഭനത്തിൻ്റെ നടുവിൽ ദൈവത്തോട് കാണിച്ച അഗാധ സ്നേഹത്തിൻ്റെ മറുപുറമാണ് മനുഷ്യരോട് കാണിക്കുന്ന മഹാകാരുണ്യം എന്ന ദാവീദിൻ്റെ തിരിച്ചറിവും ദാവീദിൻ്റെ സമീപനവും ഞങ്ങളെ വല്ലാത്തൊരു തരം ആത്മനിന്ദയിലേക്കും കുറ്റബോധങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. മനുഷ്യരെ ബഹുമാനിക്കാതിരുന്നതും മനുഷ്യരെ സ്നേഹിക്കാതിരുന്നതും മനുഷ്യരോട് ദയ കാണിക്കാതിരുന്നതും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഹൃദയത്തിന് ഇണങ്ങാത്ത പ്രവൃത്തികളായിരുന്നുവെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്നേഹിക്കുക എന്നതൊഴികെ ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത് എന്ന വചനം കർത്താവെ ഞങ്ങളുടെ ഓർമ്മയിലേക്ക് അങ്ങ് നൽകുന്നതിന് നന്ദി പറയുന്നു. മനുഷ്യബന്ധങ്ങളിൽ ദയയും കരുണയും കാണിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ ദിവസത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മുടക്കമില്ലാതെ ഈ വചനവായനയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വർഷിക്കുന്ന ഈ കൃപാവരത്തിന് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. നിങ്ങളുടെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഒരു 30 മിനിറ്റ് എല്ലാ ദിവസവും മാറ്റിവെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. 2025 ഡിസംബർ 31 ഈ വചനവായന അവസാനിക്കുമ്പോൾ മനോഹരമായ ചില ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. നന്മയും കരുണയും സ്നേഹവും ദയയും നിറഞ്ഞ ഒരു ദിവസം ഉണ്ടാവട്ടെ. ഈ വചനവായന ശുശ്രൂഷ മറ്റുള്ളവരോട് പരിചയപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. ഈ വചനവായന പദ്ധതിയെ പരിചയപ്പെടുത്തുന്നത് ഒരു സുവിശേഷ വേലയായി കാണുകയും ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ സത്യമായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ഞാൻ ഡാനിയലച്ചൻ. മഹത്വം ഈശോയ്ക്ക് മാത്രം. ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.